ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ഒരു രഹസ്യ ആയുധമാണ് കാളി അല്ലെങ്കിൽ കാളി 5000. ഒരുപാട് ആളുകൾക്ക് കാളിയുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റിദ്ധാരണകളുണ്ട്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കാളി ദുർഗ 2 എന്ന പ്രോജക്റ്റ് അല്ലെങ്കിൽ വെപ്പൺ ആണെന്നാണ്. ദുർഗ 2വിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിരവധി ആളുകൾ ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദുർഗ 2 അല്ല കാളി. ദുർഗ 2 നമുക്ക് ഒരുപാട് സാധ്യതകൾ തരുന്ന ഒരു ആയുധം തന്നെയാണ്. പക്ഷേ അതിനെ നമുക്കൊരു സീക്രട്ട് വെപ്പണായിട്ടൊന്നും പറയാൻ സാധിക്കുകയില്ല. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിലുള്ള കൺഫർമേഷൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കാളി തികച്ചും രഹസ്യ സ്വഭാവത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി നിർമ്മിച്ചു കഴിഞ്ഞ് ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വജ്രായുധമാണ്. കാളി ഒരു ഗോസിപ്പ് ഒന്നുമല്ല. ഇതുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ 2015 ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. കാളി 5000 ഇന്ത്യയുടെ ഡിഫൻസിൻ്റെ പ്രോഗ്രാമാക്കി മാറ്റാൻ എന്തെങ്കിലും എക്സ്പെരിമെൻറ്റുകൾ നടത്തുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം. അന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററായിരുന്ന മനോഹർ പരേക്കർ പറഞ്ഞത്, ഇത് ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവും വെളിയിലേക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയില്ല. അതായത് കാളി എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്, അതിന് ഡിഫൻസുമായിട്ട് ബന്ധവുമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറുപടിയായിട്ട് ഡിഫൻസുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് പറയാമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. പ്രോജക്റ്റ് കാളിക്ക് ദുർഗ 2വിനോട് ഒരുപാട് സാദൃശ്യമുണ്ട്. ദുർഗ 2വിൽ നമ്മൾ ശക്തമായിട്ടുള്ള ലേസർ രശ്മികൾ ഉപയോഗിച്ചിട്ടാണ് വിമാനങ്ങളെയും മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ ചാമ്പലാക്കുന്നത്. എന്നാൽ കാളിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ലേസറും ഉപയോഗിക്കാതെ തന്നെ അദൃശ്യമായിട്ടുള്ള ചില തരംഗങ്ങളിലൂടെ അതിന് നിർവീര്യമാക്കാൻ സാധിക്കും. അതായത് വിമാനങ്ങൾ അവിടെ ചാമ്പലാവുകയല്ല, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വിമാനം പെട്ടെന്ന് നിശ്ചലമാവുകയാണ് ചെയ്യുന്നത്. പറന്നുകൊണ്ടിരിക്കുന്ന വിമാനം നിശ്ചലമായി കഴിഞ്ഞാൽ അത് തകർന്ന് ഭൂമിയിലേക്ക് നിലം പതിക്കുന്നതാണ്. മിസൈലുകളുടെ കാര്യത്തിലും ഡ്രോണുകളുടെ കാര്യത്തിലും ഇതേ കാര്യം തന്നെ സംഭവിക്കും. എന്നാൽ ഇതിനെല്ലാം ഉപരിയായി സാറ്റലൈറ്റുകളെ പോലും പ്രവർത്തനരഹിതമാക്കാൻ കാളിക്ക് സാധിക്കുന്നതാണ്. വിമാനങ്ങളിലും ഡ്രോണുകളിലും മിസൈലുകളിലും സാറ്റലൈറ്റുകളിലും ഒതുങ്ങുന്നതല്ല കാളിയുടെ കളി. ഇലക്ട്രോണിക് സർക്യൂട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സകല മെഷീനുകളെയും പ്രവർത്തനരഹിതമാക്കാൻ കാളിക്ക് സാധിക്കും. ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യാത്ത രഹസ്യ സ്വഭാവമുള്ള ഒരു പ്രോജക്റ്റാണ് കാളി എങ്കിൽ പോലും കാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങളൊക്കെ ബാർക്കിൻ്റെ, അതായത് ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ വെബ്സൈറ്റിലുണ്ട്. ഈ കാണുന്നത് ഞാൻ ബാർക്കിൻ്റെ സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ടാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ, താല്പര്യമുള്ളവർക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. ഈ റിപ്പോർട്ട് അനുസരിച്ച് കാളി 5000 ഓൾറെഡി കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ടെക്നിക്കൽ ടേമാണ് ഇലക്ട്രോൺ ബീമും ഹൈ പവർ മൈക്രോവേവ്സും അല്ലെങ്കിൽ HPM. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ശാസ്ത്ര പ്രബന്ധങ്ങളുണ്ട്. അത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഇന്ത്യൻ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതല്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഗവേഷകർ പലപ്പോഴായി പബ്ലിഷ് ചെയ്തിട്ടുള്ള പേപ്പറുകളാണ്. ആ പേപ്പറുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എങ്ങനെയാണ് കാളി പ്രവർത്തിക്കുന്നതെന്ന് ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഞാൻ വിവരിച്ചു തരാം. അതിന് തൊട്ടു മുൻപ് എങ്ങനെയാണ് നമ്മൾ കാളിയിലേക്ക് എത്തിച്ചേർന്നതെന്ന് കൂടി പറയേണ്ടതായിട്ടുണ്ട്. കാളിയുടെ പൂർണ്ണമായിട്ടുള്ള രൂപം കിലോ ആംബിയർ ലീനിയർ ഇഞ്ചക്ടർ എന്നാണ്. ഇത് ശരിക്കും ഒരു ഇലക്ട്രോൺ ആക്സിലറേറ്ററാണ്. ആക്സിലറേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിൻ്റെ വേഗത പെട്ടെന്ന് അതിശക്തമായിട്ട് വർദ്ധിക്കുന്നു എന്നാണ്. അതായത് ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രോൺ അല്ല, ആ ഇലക്ട്രോണിൻ്റെ വേഗത പെട്ടെന്ന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാളി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ നടപടികൾ ഉണ്ടാകുന്നത് 1985-ലാണ്. അന്നത്തെ ബാർക്കിൻ്റെ ഡയറക്ടറായിരുന്ന ചിദംബരമാണ് ഇത് ആരംഭിക്കുന്നത്. എന്നാൽ ശരിക്കും ഇത് പ്രവർത്തിച്ചു തുടങ്ങുന്നത് 1989-ലായിരുന്നു. കാളി 80 ആണ് ആദ്യമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. അത് 80 കിലോ ആംബിയറോളം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഡിവൈസ് ആയിരുന്നു. പിന്നീട് 1990കളുടെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ പുതിയൊരു വേരിയൻറ്റും പബ്ലിഷ് ചെയ്തു. അതാണ് കാളി 200. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 200 കിലോ ആംബിയറിലുള്ള വൈദ്യുതിയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ഈ 2 ഡിവൈസുകളും ഡിഫൻസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഡിവൈസുകളായിരുന്നു. പ്രധാനമായിട്ടും ഇലക്ട്രോ മാഗ്നറ്റിക് പൾസുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് തന്നെ നടപ്പിലാക്കിയത്. 90കളായതോടുകൂടി അമേരിക്ക രഹസ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ആയുധം നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള വിവരം പരക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇന്ത്യയും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ 90കൾ തന്നെ DRDOയും ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി മാറി. DRDO എന്നാൽ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്നാണ്. ആ കാലഘട്ടത്തിൽ DRDOയുടെ തലവൻ അത് നമ്മുടെ പ്രിയപ്പെട്ട APJ അബ്ദുൽ കലാമുമായിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ കാളി 1000ഉം കാളി 5000ഉം കമ്മീഷൻ ചെയ്തു. നിലവിലുള്ള ഏറ്റവും മികച്ച വേരിയൻറ്റ് കാളി 5000 ആണ്. അതിനെയാണ് ഡിഫൻസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാളിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾ ഫ്ലാഷ് ലൈറ്റ് ഉള്ള ഒരു ക്യാമറയെ സങ്കല്പിക്കുക.
ആ ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റിന് അതിശക്തമായിട്ടുള്ള ഒരു പവർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ ബാറ്ററികൾ ഉപയോഗിക്കണം. ബാറ്ററിയാണ് അതിന് ചാർജ് കൊടുക്കുന്നത്. ആ ചാർജ് ഉപയോഗിച്ചിട്ടാണ് ആ ഫ്ലാഷ് അവിടെ തെളിയുന്നത്. എന്നാൽ നമ്മുടെ ഈ ഒരു ക്യാമറയ്ക്ക് അവിടെ ബാറ്ററി ഉപയോഗിച്ചിട്ടല്ല, പകരം മാർക്സ് ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ആവശ്യമായിട്ടുള്ള ഊർജ്ജം കൊടുക്കുന്നത്. സാധാരണഗതിയിലുള്ള ഒരു ബാറ്ററി ഉപയോഗിച്ച് ഇത് പ്രവർത്തിക്കില്ല. കാരണം ഇവിടെ നിന്ന് വരുന്ന ഫ്ലാഷ് ലൈറ്റ് അത് അതിശക്തമായിട്ടുള്ള പവറുള്ള ലൈറ്റാണ്. ഇനി നിങ്ങൾ സങ്കല്പിക്കേണ്ടത് അവിടെ നിന്ന് വരുന്ന ആ പ്രകാശം അത് അദൃശ്യമായിട്ടുള്ള പ്രകാശമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് ഒരിക്കലും കാണാൻ സാധിക്കാത്ത പ്രകാശമാണ്. അത്തരത്തിലുള്ള പ്രകാശമുണ്ട്. ശരിക്കും പ്രകാശത്തിൻ്റെ വളരെ വളരെ ചെറിയ ഒരു സ്പെക്ട്രം മാത്രമേ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അതിനെയാണ് നമ്മൾ വിബ്ജിയോർ എന്ന് പറയുന്നത്. അതാണ് വിസിബിൾ സ്പെക്ട്രം. അതിന് വെളിയിലുള്ള ഒരുപാട് റേഡിയേഷനുകളുണ്ട്. അത്തരത്തിലുള്ള കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരു റേഡിയേഷനാണ് നമ്മുടെ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. വളരെയധികം ഉയർന്ന പവറുള്ള മൈക്രോവേവ് ഫ്രീക്വൻസിയിലുള്ള തരംഗമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ തരംഗം HPM അല്ലെങ്കിൽ ഹൈ പവർ മൈക്രോവേവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന് നമ്മുടെ മൈക്രോവേവ് ഓവനോട് വളരെയധികം സാദൃശ്യമുണ്ട്. മൈക്രോവേവ് ഓവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതും മൈക്രോവേവ് തന്നെയാണ്. ആ മൈക്രോവേവ് കാരണമാണ് ആ മൈക്രോവേവ് ഓവൻ്റെ ഉള്ളിൽ നമ്മൾ വെക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാകുന്നത്. എന്നാൽ അതിൻ്റെ ലക്ഷക്കണക്കിന് ഇരട്ടി പവറുള്ള മൈക്രോവേവിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. ഇവിടെ ഉപയോഗിക്കുന്നത് അത്തരത്തിലുള്ള മൈക്രോവേവ് ആണ്. അങ്ങനെയുള്ള മൈക്രോവേവ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ മുൻപിലേക്ക് നമ്മൾ അതിനെ അയക്കുകയാണെങ്കിൽ, ആ ഇലക്ട്രോണിക് ഡിവൈസിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ട് പ്രവർത്തനരഹിതമാകുന്നതാണ്. ഇലക്ട്രോണിക് സർക്യൂട്ടുകളുള്ള എല്ലാ ഡിവൈസുകളിലും എല്ലാ യന്ത്രങ്ങളിലും ഇത് ബാധകമാണ്. ആകാശത്തൂടെ പറക്കുന്ന വിമാനങ്ങളിൽ ഇത്തരത്തിലുള്ള സർക്യൂട്ടുകളുണ്ട്, മിസൈലുകളിലുണ്ട്, അതുപോലെ ഡ്രോണുകളിലുമുണ്ട്. ഇതിനെല്ലാം ഉപരിയായി വളരെയധികം അകലെ നിന്നുകൊണ്ട് ഭൂമിയെ വലം വയ്ക്കുന്ന നമ്മുടെ സാറ്റലൈറ്റുകളിലും അനേകം ഇലക്ട്രോണിക് സർക്യൂട്ടുകളുണ്ട്. ആ സർക്യൂട്ടുകളെയും പ്രവർത്തനരഹിതമാക്കാൻ കാളിക്ക് അല്ലെങ്കിൽ കാളിയെപ്പോലുള്ള ഡിവൈസുകൾക്ക് സാധിക്കും. ഡ്രോണുകളാണെങ്കിലും മിസൈലുകളാണെങ്കിലും സാറ്റലൈറ്റുകളാണെങ്കിലും അവയെല്ലാം വളരെയധികം അകലെയായിരിക്കും. അത്രയും അകലെ ഇത്രയധികം ഊർജം എത്തിക്കണമെങ്കിൽ വളരെ പ്രിസിഷനായിട്ടുള്ള ട്രിഗറിങ് ഉണ്ടായിരിക്കണം. അത്രയധികം ഉയർന്ന രീതിയിലുള്ള ഒരു പവറും അവിടെ ജനറേറ്റ് ചെയ്യാൻ സാധ്യമാകണം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് സ്റ്റേജിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം. അതുമല്ലെങ്കിൽ ഇത് ശരിക്കും കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. കാളി 5000 കമ്മീഷൻ ചെയ്തു എന്ന് തന്നെയാണ് ബാർക്കിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് ഒരു പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിക് പൾസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാളി 5000 ആയിരിക്കാം. അതിനെ ഡിഫൻസുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ ആയിരിക്കാം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. HPM ഉപയോഗിച്ച് വലിയ വലിയ യന്ത്രങ്ങളെയൊക്കെ നശിപ്പിക്കാൻ സാധിക്കുമെങ്കിലും ഇതുപയോഗിച്ചിട്ട് സാധാരണഗതിയിൽ ജീവജാലങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഇതിന് മറ്റൊരു വേരിയൻ്റ് കൂടിയുണ്ട്. നമ്മുടെ ആ വലിയ ക്യാമറയിൽ നിന്ന് വരുന്ന ഫ്ലാഷ് ലൈറ്റ് അത് ഈ അദൃശ്യമായിട്ടുള്ള മൈക്രോവേവ് തരംഗം മാത്രമല്ല, ചില ഘട്ടങ്ങളിലൊക്കെ ഇലക്ട്രോണിൻ്റെ ഒരു വലിയ സ്ട്രീമിനെ സൃഷ്ടിക്കാനും നമുക്ക് സാധിക്കും. അതിനെയാണ് ഇലക്ട്രോൺ ബീം എന്ന് പറയുന്നത്. അവിടെ ശരിക്കും ഇലക്ട്രോണിൻ്റെ ഒരു വലിയ വൈബ്രേഷനാണ് ഉണ്ടാകുന്നത്. പദാർത്ഥങ്ങൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ വലിയ താപനില ഉണ്ടാകും. താപനില എന്ന് പറയുന്നത് തന്നെ പദാർത്ഥങ്ങളുടെ വൈബ്രേഷനാണ്. മുൻപ് തെർമോഡൈനാമിക്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഇത്തരത്തിലുള്ള വൈബ്രേഷനെ കുറിച്ചും അങ്ങനെ ഉണ്ടാകുന്ന ചൂടിനെക്കുറിച്ചും അതിൻ്റെ ആപ്ലിക്കേഷനുകളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും ഒക്കെ വിശദീകരിച്ചിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് പരിശോധിക്കുക. ഇങ്ങനെ ഇലക്ട്രോണുകളെ അതിശക്തമായിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള താപനില ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആ താപനില ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും മെറ്റൽസിനെ പോലും ഉരുക്കിക്കളയാനായിട്ട് സാധിക്കുന്നതാണ്. ആകാശത്തൂടെ പറന്നു പോകുന്ന ഒരു വിമാനത്തിൽ അങ്ങനെ ഒരു താപനില നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ മെറ്റൽ ഉരുകി അവിടെ സുഷിരങ്ങൾ വീഴുന്നതാണ്. പറക്കുന്ന വിമാനത്തിൽ സുഷിരങ്ങൾ വീണു കഴിഞ്ഞാലുള്ള അപകടത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും. ഡ്രോണുകളെയും അതുപോലെ മിസൈലുകളെയും ഒക്കെ നമുക്ക് ഇത്തരത്തിൽ നശിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതാണ് ഇലക്ട്രോൺ ബീമിൻ്റെ ആപ്ലിക്കേഷൻ. ഏതാണ്ട് ഇതേ പ്രക്രിയ തന്നെയാണ് ദുർഗ 2-ലും സംഭവിക്കുന്നത്. ദുർഗ 2-ൽ പക്ഷേ ഇലക്ട്രോൺ ബീമല്ല, മറിച്ച് അവിടെ പ്രകാശമാണ്. ഒരു പ്രകാശത്തിന് എങ്ങനെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു താപനില ഉണ്ടാക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് ഈ മെറ്റലുകളെ ഉരുക്കാൻ സാധിക്കുന്നത്, വളരെ വിശദമായിട്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കുക. ചുരുക്കത്തിൽ HPM എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈ പവർ മൈക്രോവേവ് എന്ന് പറയുന്നത് വലിയൊരു ക്യാമറയിലെ ഫ്ലാഷ് ലൈറ്റ് പോലെയാണെങ്കിൽ
ഇലക്ട്രോൺ ബീം എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു വെൽഡിംഗ് മെഷീൻ പോലെയാണ്. ഇതിനെ നമുക്ക് യുദ്ധത്തിൽ മാത്രമല്ല ഉപയോഗിക്കാൻ സാധിക്കുന്നത്, മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് പൾസുകളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്താൻ സാധിക്കും. അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തിയതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? വളരെ മികച്ച സാറ്റലൈറ്റുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും, വളരെ മികച്ച എയർക്രാഫ്റ്റുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതിശക്തമായിട്ടുള്ള ഒരു ഊർജം ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ മെറ്റലുകളിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനനുസരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. സാറ്റലൈറ്റുകൾ ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും വളരെയധികം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ സൂര്യൻ്റെ ശക്തമായിട്ടുള്ള റേഡിയേഷനെ അതിന് വഹിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ കോസ്മിക് റേഡിയേഷനും അതിന് നേരിടേണ്ടി വരുന്നുണ്ട്. അത്തരത്തിൽ നേരിടേണ്ടി വരുന്ന അവസ്ഥകളിൽ സാറ്റലൈറ്റുകൾ മിസ്ഫങ്ഷൻ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. സൂര്യനിൽ നിന്ന് അടിക്കടി ഉണ്ടാകുന്ന കൊറോണൽ മാസ് ഇജക്ഷനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ശക്തമായിട്ടുള്ള ഒരു തരംഗമാണ്. ഈ തരംഗങ്ങൾക്കും സാറ്റലൈറ്റുകളെ നശിപ്പിക്കാൻ സാധിക്കും. ഭാവിയിൽ EMPയിൽ പഠനങ്ങൾ നടത്തുന്നതിലൂടെ ആ തരംഗങ്ങളെയൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള മെറ്റലുകളെ അല്ലെങ്കിൽ സർക്യൂട്ടുകളെ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും. അതിലൂടെ സാറ്റലൈറ്റുകൾ നശിച്ചു പോകുന്നത് നമുക്ക് ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യഘട്ടങ്ങളിലൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ പിന്നീട് അത് ഡിഫൻസിലേക്ക് വഴിമാറുകയായിരുന്നു. ഇത് ഇന്ത്യ മാത്രം നടപ്പിലാക്കുന്ന ഒരു പ്രൊജക്റ്റ് അല്ല. ഇന്ത്യക്ക് പുറമെ ചൈനയും റഷ്യയും അമേരിക്കയും വ്യത്യസ്തമായിട്ടുള്ള പേരുകളിൽ ഏതാണ്ട് ഇതിന് സമാനമായിട്ടുള്ള പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുന്നുണ്ട്. ഇതിൽ അമേരിക്കയുടെ പ്രൊജക്റ്റ് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. ആ പ്രൊജക്റ്റിൻ്റെ പേര് ചാമ്പ് എന്നാണ്. റഷ്യയുടെ പ്രൊജക്റ്റിൻ്റെ പേരാണ് അലബുഗ. ചൈനയ്ക്ക് കൃത്യമായിട്ടുള്ള പേരൊന്നും ഇപ്പോൾ വന്നിട്ടില്ല, പക്ഷേ EMP ബോംബ് എന്ന പേരിൽ പല ആർട്ടിക്കിളിലും പരാമർശിക്കുന്നതായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നിലവിലുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള ആയുധങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും വൈകാതെ തന്നെ ഇപ്പോഴുള്ള ന്യൂക്ലിയർ ബോംബുകളേക്കാൾ കുറെ കൂടെ പ്രഹരശേഷിയുള്ള നൂതനമായിട്ടുള്ള ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പല രാജ്യങ്ങൾക്കും സാധ്യമാകും. ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ന്യൂക്ലിയർ ബോംബിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. കാരണം ന്യൂക്ലിയർ ബോംബ് പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ ഡിറ്റനേറ്റർ പ്രവർത്തിക്കണം. ആ ഡിറ്റനേറ്റർ പ്രവർത്തിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ പ്രവർത്തിക്കണം. അതിനെ നിർവീര്യമാക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ ശേഷിയുള്ള ഡിവൈസുകൾ നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ന്യൂക്ലിയർ ബോംബുകളെ ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് ഞാൻ 25 ട്രിക്കുകൾ പറഞ്ഞു തരാം. വ്യത്യസ്തമായിട്ടുള്ള 25 മെമ്മറി ട്രിക്കുകൾ. ആ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് എത്ര കടുകട്ടിയായിട്ടുള്ള പഠന വിഷയം പോലും വളരെ സിമ്പിളായിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് അത് മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. ഈ 25 ട്രിക്കുകളും ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.